ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഗോവയിലെ വിവിധ പള്ളികളിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ നിങ്ങൾക്കും എന്നോടൊപ്പം പങ്കുചേരാം. ഇന്നത്തെ നമ്മുടെ യാത്ര സാന്റാ മോണിക്ക കോൺവെന്റ് ദേവാലയത്തിലേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് റോസറി ദേവാലയത്തിലേക്കുള്ള റോഡിൻ്റെ തുടക്കത്തിൽ കാണപ്പെടുന്ന സാന്റാ മോണിക്ക കോൺവെന്റ് കെട്ടിടത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. കുറച്ചും കൂടി മനോഹരമായി പറയുകയാണെങ്കിൽ മോണ്ടെ സാന്റോ എന്ന് വിളിക്കപ്പെടുന്ന കുന്നിൻ്റെ താഴ്വരയിലാണ് ഈ ദേവാലയം ഉൾപ്പെടുന്ന കോൺവെന്റ് ഉള്ളത്. സെന്റ് അഗസ്റ്റിൻ പള്ളിയുടെ അവശിഷ്ടങ്ങളും ബെൽ ടവറും സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയുടെ നേരെ എതിർവശത്താണ്. ഒരേ നൂറ്റാണ്ടിൽ തന്നെ നിർമ്മിക്കപ്പെട്ടതാണ് എതിർവശത്തു കാണപ്പെടുന്ന സെന്റ് അഗസ്റ്റിൻ ചർച്ചും. എന്നിട്ടും എന്തുകൊണ്ട് ആ പള്ളി തകർന്നു വീണു എന്നത് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ചർച്ച ചെയ്യാം. ഗോവ സന്ദർശിക്കുന്ന ഏതൊരാളും കണ്ടിരിക്കേണ്ട അതിമനോഹരമായ ദേവാലയമാണ് സാന്റാ മോണിക്ക ദേവാലയം. കോൺവെന്റിൽ സന്ദർശകർക്ക് പ്രവേശനം ഇല്ല. എന്നിരുന്നാൽ തന്നെയും പുറത്ത് ചുമരിൽ ബെൽ സ്വിച്ച് ഉണ്ട്. ഫോട്ടോ എടുക്കുന്നത് ഒരു തരത്തിലും അവർ അനുവദിക്കുന്നതല്ല. ബെൽ കേട്ടുവന്ന സിസ്റ്ററോട് ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു. അവിടെ ഇപ്പോൾ നിലവിൽ ദൈവശാസ്ത്രം സംബന്ധിച്ച വിവിധ കോഴ്സുകൾ ആണ് പഠിപ്പിക്കുന്നത്. അവിടെയുള്ള മറ്റ് സിസ്റ്റേഴ്സിനെ ഒന്നും എനിക്ക് കാണുവാൻ സാധിച്ചില്ല. പക്ഷേ അവിടെ തയ്യൽ, ചെറുകിട കുടിൽ വ്യവസായ ഉൽപ്പന്നങ്ങൾ പോലെയുള്ള അച്ചാർ, സ്ക്വാഷ്, ജാം ഇവ നിർമ്മിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. 3 നിലകൾ ആണ് ഈ കോൺവെന്റ് കെട്ടിടത്തിന് ഉള്ളത്. താമസം, പഠനം, ഭക്ഷണാവശ്യത്തിനുള്ള സാധനങ്ങൾ നിർമ്മിക്കലും അവ മറ്റ് ഫുഡ് ഏജൻസികൾ വഴിയുള്ള വിൽപ്പനയും മറ്റു സമയങ്ങളിൽ നിശബ്ദമായ പ്രാർത്ഥനയും സദാ പ്രാർത്ഥനയിൽ ആയിരിക്കുകയും എന്നതാണ് ഇവിടെയുള്ള സന്യാസിനി അംഗങ്ങളുടെ ജീവിത വൃത്തം. അഗസ്റ്റിന്റെ മാനസാന്തരത്തിനായി അമ്മ മോനിക്ക കരഞ്ഞു പ്രാർത്ഥിച്ചതുപോലെ നിരന്തരമായ പ്രാർത്ഥന ജീവിതചര്യയാക്കിയ ഒരു കോൺഗ്രിഗേഷൻ. എനിക്ക് ഇവരുടെ ജീവിത രീതി വളരെ ഇഷ്ടപ്പെട്ടു. പ്രാർത്ഥന കൂടാതെയുള്ള ജീവിതമാണ് ഇന്ന് ലോകത്തെ പിശാചിന്റെ മാർഗത്തിലൂടെ നടക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. പള്ളിയുടെ നേരെ മുന്നിൽ കാണുന്ന പ്രധാന ഗേറ്റ് കടന്നാൽ കോൺവെന്റ് റോഡിലേക്ക് പ്രവേശിക്കുന്നതിനായി താഴോട്ട് നിരവധി സ്റ്റെപ്പുകൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചു സമയം ഈ സ്റ്റെപ്പുകളിൽ ഇരുന്നു. റോഡിന്റെ ഒരു സൈഡിൽ മാനസാന്തരത്തിന് മുമ്പുള്ള അഗസ്റ്റിന്റെ ജീവിതം പോലെ തകർന്ന് തരിപ്പണമായ സെന്റ് അഗസ്റ്റിൻ ചർച്ച്. റോഡിന്റെ മറുഭാഗത്താകട്ടെ മകന്റെ മാനസാന്തരത്തിനായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അഗസ്റ്റിന്റെ അമ്മ മോണിക്ക പുണ്യവതിയുടെ നാമത്തിലുള്ള പ്രൗഢഗംഭീരമായ ദേവാലയം ഈ പ്രദേശത്തിന്റെ സമ്പന്നമായ സഭാ പാരമ്പര്യത്തിന്റെ സാക്ഷ്യപത്രമായി നിലകൊള്ളുന്നു. ഈ ദേവാലയത്തിന്റെ നിർമ്മാണ മികവ് ഒരു അത്ഭുതം തന്നെയാണ്. 3 നിലകൾ ഉള്ള കോൺവെന്റ്, അതിനോട് ചേർന്നു തന്നെ നിർമ്മിക്കപ്പെട്ട പള്ളി. ഇന്ന് ഈ പള്ളി പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിന് കീഴിലാണ്. എന്നാൽ പള്ളിയുടെ പുറകുവശവും ബാൽക്കണിയും ഉൾപ്പെടെയുള്ള മ്യൂസിയം ഓഫ് ക്രിസ്ത്യൻ ആർട്ട് എന്ന പേരിൽ വേർതിരിച്ച് വിവിധ പള്ളികളിൽ നിന്നും ശേഖരിച്ച പുരാവസ്തുക്കളുടെ പ്രദർശനത്തിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. പള്ളിയുടെ അകത്താകട്ടെ പുരാവസ്തു വകുപ്പ്, ഭാരതീയ തപാൽ വകുപ്പ് സെന്റ് ഫ്രാൻസിസ് സേവിയറുടെ പേരിൽ പുറത്തിറക്കിയിട്ടുള്ള തപാൽ കവറുകളുടെയും സ്റ്റാമ്പുകളുടെയും പ്രദർശനം നടത്തിവരുന്നു. കൂടാതെ വിവിധ പള്ളികളുടെ അകത്തളങ്ങളിൽ അലങ്കരിച്ചിരുന്ന പുരാതന പെയിന്റിങ്ങുകളുടെ പ്രദർശനവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. 1598 സാന്റാ മോണിക്കായുടെ പേരിലുള്ള കന്യാസ്ത്രീ മഠത്തിന് പോർച്ചുഗീസ് ഗവർണർ അനുമതി നൽകുകയും 1606 ആർച്ച് ബിഷപ്പ് അലിക്സോ ഡി മെനേസസ് തറക്കല്ലിടുകയും ചെയ്തു. 1627 കോൺവെന്റിന്റെയും പള്ളിയുടെയും നിർമ്മാണം പൂർത്തിയായി.
ഒരു കോട്ട പോലെ പണിതിരിക്കുന്ന ഈ കോൺവെന്റ് അതിൻ്റെ നിർമ്മാണ മികവ് കൊണ്ട് തന്നെ ഗാംഭീര്യം ഉളവാക്കുന്നതാണ്. കോൺവെന്റിന് ഒരു ക്ലോയിസ്റ്ററുള്ള വിശാലമായ മുറ്റമുണ്ട്. 3 നിലകളിലുമായി നിരവധി മുറികളും പ്രാർത്ഥനയ്ക്കായി വിശാലമായ ഒരു ഹാളും അടുക്കളയും ഊട്ടുപുരയും ഉണ്ട്. വടക്കോട്ട് അഭിമുഖമായാണ് ഈ കോൺവെന്റ് കെട്ടിടം നിലകൊള്ളുന്നത്. ലോകത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെയും മോഹങ്ങളെയും അകറ്റി നിർത്തിക്കൊണ്ട് ആർദ്രമായ ക്രിസ്തു സ്നേഹത്തിൽ അഭയം പ്രാപിച്ചവരാണ് ഇവിടെയുള്ള സന്യാസിനിമാർ. ദൈവസേവനത്തിന് സ്വയം സമർപ്പിക്കുവാൻ തയ്യാറുള്ള യുവതികൾക്കും വിധവകൾക്കും ഈ കോൺഗ്രിഗേഷനിൽ അംഗങ്ങൾ ആകാവുന്നതാണ്. ആദിമകാലത്ത് ഭർത്താവ് സൈനിക സേവനത്തിനായി പോകുമ്പോഴോ അല്ലെങ്കിൽ മത്സ്യബന്ധനവുമായി പുറംകടലിലേക്ക് വഞ്ചിയുമായി പോകുമ്പോഴോ വിദൂര സ്ഥലങ്ങളിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി ഭർത്താവ് പോകുമ്പോഴോ ഒക്കെ അവരുടെ ഭാര്യമാരായ സ്ത്രീകളുടെ താൽക്കാലിക സംരക്ഷണത്തിനുള്ള ഒരു സങ്കേതമായിരുന്നു ഈ കോൺവെന്റ്. തികച്ചും സൗജന്യമായ സേവനമായിരുന്നു അത്രേ അത്. 1636 ക്രിസ്തുമസ് ദിവസം ഉണ്ടായ വലിയ തീപിടുത്തം കെട്ടിടത്തെ ഭാഗികമായി നശിപ്പിച്ചുവെങ്കിലും പിന്നീട് ഇന്നു കാണുന്ന പോലെ പുനർനിർമ്മിച്ചത് കോൺവെന്റിന്റെ അന്നത്തെ ഭരണാധികാരിയും ആത്മീയ പിതാവും ആയിരുന്ന ഡിയാഗോ ഡി സാന്ത അന്ന എന്ന പുരോഹിതനാണ്. പള്ളിയുടെയും കോൺവെന്റിന്റെയും വാസ്തുവിദ്യ ടസ്കൻ കൊറിന്ത്യൻ ശൈലികളുടെ സംയോജനമാണ്. പള്ളിയുടെ മുൻഭാഗത്ത് ബസാൾട്ട് ഫ്രെയിമുള്ള 2 പ്രധാന വാതിലുകൾ ആണ് ഉള്ളത്. കെട്ടിടത്തെ താങ്ങി നിർത്തുന്ന 3 കമാനങ്ങൾ വളരെ ബലവത്തായ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പുനർനിർമ്മിച്ചപ്പോൾ കൂട്ടിച്ചേർത്തവയാണ് ഇത്. പള്ളിയുടെ മുന്നിലെ റോഡ് ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് റോസറി ദേവാലയം സ്ഥിതി ചെയ്യുന്ന മോണ്ടെ സാന്റോ കുന്നിൻ മുകളിലേക്കാണ് പോകുന്നത്. പള്ളിയുടെ മുൻഭാഗത്ത് സാന്ത മോണിക്കായുടെ പ്രതിമയും പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകവും ഉണ്ട്. വാതിലുകൾ കൊത്തുപണികൾ ചെയ്ത് അലങ്കരിച്ചവയാണ്. മുകളിലായി പോർച്ചുഗീസ് കപ്പലിൻ്റെയും ഒരു സർപ്പത്തിൻ്റെയും രൂപം കൊത്തിയെടുത്തിട്ടുള്ളതായി കാണാം. കോൺവെന്റിന്റെ മുൻവശത്ത് പരിശുദ്ധ കുർബാന, പെസഹ കുഞ്ഞാട്, പരിശുദ്ധാത്മാവ് എന്നിവയുടെ ചിഹ്നങ്ങളും ഒരു പോർച്ചുഗീസ് ലിഖിതവും കൊത്തിവെച്ചിട്ടുണ്ട്. ചതുരാകൃതിയിലുള്ള കോൺവെന്റിന്റെ നടുമുറ്റത്തിന് താഴ്വരയിലെ താമരപ്പൂവ് എന്നർത്ഥം വരുന്ന വാലെ ഡി ലിറിയോസ് എന്നാണ് വിളിക്കുന്നത്. നടുമുറ്റത്തിന്റെ മധ്യഭാഗത്ത് ഫോണ്ട് ഡി സാൽവഡോർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കിണർ ഉണ്ട്. കോൺവെന്റിന്റെയും പള്ളിയുടെയും ചുമരുകൾ 3 അടി ഘനം ഉള്ളവയാണ്. പള്ളിക്ക് 4 ബലിപീഠങ്ങൾ ആണ് ഉള്ളത്. പ്രധാന ബലിപീഠം വിശുദ്ധ മോണിക്കയ്ക്കും മറ്റുള്ളവ വിശുദ്ധ അഗസ്റ്റിൻ, ബോം ജീസസ്, വിശുദ്ധ കുരിശിനും സമർപ്പിച്ചിരിക്കുന്നു. റോമിലെ സിസ്റ്റൈൻ ചാപ്പലിന് സമാനമായി ബൈബിളിലെ വിവിധ ചരിത്ര സംഭവങ്ങളുടെ ദൃശ്യങ്ങളാൽ ബലിപീഠങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു. പള്ളിയുടെ പ്രധാന അൾത്താരയെ 3 ആയി വിഭജിച്ചിരിക്കുന്നു. ആദ്യത്തെ നിലയിൽ സെന്റ് അഗസ്റ്റിൻ, വിലാനോവയിലെ സെന്റ് തോമസ്, സെന്റ് അംബ്രോസ് എന്നിവരുടെ രൂപങ്ങളും, രണ്ടാമത്തെ നിലയിൽ സെന്റ് മോണിക്ക, സെന്റ് റീത്ത, സെന്റ് മെലാനിയ എന്നിവരുടെ രൂപങ്ങളും, മൂന്നാമത്തെ നിലയിൽ കാൽവരിയിലെ തൂങ്ങപ്പെട്ട ക്രൂശിത രൂപവും സെന്റ് പീറ്റർ, സെന്റ് പോൾ എന്നിവരുടെ രൂപങ്ങളും ഉണ്ട്. പ്രസംഗപീഠവും കലാപരമായി കൊത്തിയെടുത്തിട്ടുള്ളതാണ്. അവർ ലേഡി ഓഫ് പീറ്റി, സെന്റ് അഗസ്റ്റിൻ, 2 അഗസ്റ്റീനിയൻ ബിഷപ്പുമാർ എന്നിവരുടെ ശില്പങ്ങളും കാണുവാൻ കഴിയുന്നതാണ്. ബലിപീഠത്തിന്റെ ഇരുവശത്തും മാലാഖമാരെ കൊത്തിയെടുത്തിട്ടുണ്ട്. സ്വർഗത്തിന്റെ പ്രതീകമായ മദ്ബഹായിലേക്ക് വൈദികരും ശുശ്രൂഷകരും ഭൂമിയിൽ നിന്നും വരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതിനായി സങ്കീർത്തിയുടെ പ്രവേശനവാതിൽ മദ്ബഹായുടെ വശങ്ങളിൽ താഴെയാണ് ഉള്ളത്. മദ്ബഹ ഉയർന്ന സ്ഥലത്താണ് സജ്ജീകരിച്ചിട്ടുള്ളത്.
ഇപ്പോൾ ക്രിസ്ത്യൻ ആർട്ട് മ്യൂസിയമായ പള്ളിയുടെ ബാൽക്കണി ഉൾപ്പെടെയുള്ള പിൻഭാഗത്താണ് വീപ്പിംഗ് ക്രോസ് സൂക്ഷിച്ചിട്ടുള്ളത്. ഈ ക്രിസ്തുരൂപം അത്ഭുതം നടന്ന സമയം ഗായക സംഘം നിൽക്കുന്ന സ്ഥലത്ത് ആയിരുന്നു. ബാൽക്കണിയുടെ ഇന്റീരിയർ ഡോറിക് കൊറിന്ത്യൻ വാസ്തുവിദ്യയുടെ സംയോജിതമാണ്. 1636 ഫെബ്രുവരി 8 ഈ കാണുന്ന കുരിശിലെ ക്രിസ്തുവിന്റെ രൂപം കണ്ണു തുറക്കുകയും മുറിവുകളിൽ നിന്നും ജീവനുള്ള ശരീരത്തിൽ നിന്നെന്ന പോലെ രക്തം ഒഴുകുകയും ചെയ്തു. ഈ അത്ഭുത വാർത്ത കോൺവെന്റിൽ ജോലിക്ക് വന്നിരുന്ന സ്ത്രീകൾ വഴി നാട് മുഴുവൻ അറിയുവാൻ ഇടയായി. കേട്ടവർ കോൺവെന്റിന്റെ പള്ളിയിലേക്ക് ഓടിയെത്തി. അന്നുവരെ കോൺവെന്റിലെ സന്യാസിനികൾക്കും അന്തേവാസികൾക്കും മാത്രം പ്രവേശനമുണ്ടായിരുന്ന കോൺവെന്റ് പള്ളിയിൽ നാട്ടുകാർ അത്ഭുതം കാണുവാനായി തിങ്ങിക്കൂടി. തുടർന്ന് കോൺവെന്റ് പള്ളി അധികൃതർ ആരാധന നടത്തുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിനുമായി പൊതുജനങ്ങൾക്ക് പള്ളിയുടെ വാതിലുകൾ തുറന്നുകൊടുത്തു. അന്ന് രാത്രിയോടെ അത്ഭുതം നിന്നുവെങ്കിലും ജനങ്ങൾ രാവും പകലുമില്ലാതെ ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും കർത്താവിൻ്റെ ഈ അത്ഭുത രൂപം ദർശിക്കുവാനായി വന്നു ചേർന്നു. തുടർന്ന് ഒരിക്കൽ കൂടി 4 ദിവസത്തിനു ശേഷം ഫെബ്രുവരി 12 പോർച്ചുഗീസ് വൈസ്രോയിയുടെയും ആർച്ച് ബിഷപ്പിന്റെയും മറ്റ് ഉന്നത സഭാ അധികാരികളുടെയും സാന്നിധ്യത്തിൽ വിശുദ്ധ കുർബാന മധ്യേ അതേ അത്ഭുതം തന്നെ വീണ്ടും സംഭവിച്ചു. അന്നേ ദിവസം സൂര്യാസ്തമയത്തോടെ കർത്താവിൻ്റെ കണ്ണുകൾ അടഞ്ഞു. മുറിവുകളിൽ നിന്നും വന്നിരുന്ന രക്തപ്രവാഹം നിലച്ചു. പിന്നീട് ഇന്നുവരെയും ആ രൂപത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നില്ല. എന്നാൽ പ്രാർത്ഥിച്ച നിരവധി രോഗികൾക്ക് രോഗസൗഖ്യം ഉണ്ടായതായി സാക്ഷ്യങ്ങൾ ഉണ്ട്. സാന്റാ മോണിക്ക കോൺവെന്റ് ചർച്ച് ഈ അത്ഭുതത്തിനു ശേഷം വീപ്പിംഗ് ക്രോസ് ചർച്ച് എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. ഈ കുരിശ് ഇപ്പോൾ ക്രിസ്ത്യൻ ആർട്ട് മ്യൂസിയത്തിന്റെ ഭാഗമായാണ് ഉള്ളത്. പ്രവേശന സമയം രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെ ആണ്. നവംബർ 27 ഈ പള്ളിയിൽ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പള്ളിയെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ ഉള്ളത്. ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.